ബസ്സിൽ പുരുഷനുണ്ട് സൂക്ഷിക്കുക എന്നതും എഴുതണ്ടേ? ഒരു ബസ്സിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ചിത്രമാണ് ഇതിലുള്ളത്. ഒരു ബസ്, അത് എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കയറ്റിയതാണ്, അല്ലാതെ അങ്ങനെ ഒരു ബസ്സിൻ്റെ പിന്നിൽ അങ്ങനെ ഉണ്ടാവില്ല. അതിൽ ബസ്സിൽ സ്ത്രീകളുണ്ട് ജാഗ്രതേ എന്നാണ് അതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുള്ളത്. ശരിക്ക് പറഞ്ഞാൽ അതൊരു സ്ത്രീകളെ അപമാനിക്കലാണ്, പരിഹസിക്കലാണ്, കളിയാക്കലാണ്, അതിലൊന്നും സംശയമല്ല. പക്ഷെ ഇങ്ങനെ എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ആ വിഷയം ചർച്ച ചെയ്തിരുന്നു. ബസ്സിൽ നിന്ന് ഒരു സ്ത്രീക്ക് നേരെ അധിക്ഷേപമുണ്ടായി, അവളെ ശാരീരികമായി ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യുകയും അയാൾ ആത്മഹത്യ ചെയ്യുകയും അങ്ങനെ അത് വലിയ വാർത്തയാവുകയും ചെയ്തു. അതാണ് ഈ ഒരു എഴുത്തിൻ്റെ കാരണം. കുറച്ച് പല ട്രോൾ വീഡിയോകളും അതിനുശേഷം ഇറങ്ങിയത് ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുന്ന ആളുകൾക്ക് കാർഡ്ബോർഡ് വിതരണം ചെയ്യുന്ന, അത് വേണോ ബസ്സിൽ കയറാൻ എന്ന് ചോദിക്കുന്ന ആളുകൾ, ഇനി അങ്ങനെയേ പോകാവൂ എന്നൊക്കെ പറയുന്ന ആളുകൾ. നമ്മുടെ വിഷയം സ്ത്രീകൾ ബസ്സിൽ അപമാനിക്കപ്പെടുന്നില്ല എന്ന് നമ്മൾ പറയണില്ല. അപമാനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് പലരും സ്ത്രീകളും ഇങ്ങനെ വീഡിയോ എടുത്ത് തുടങ്ങേണ്ടി വന്നതും. അത് റിയാലിറ്റിയാണ്. ആ തുടങ്ങിയ ആളുകളുടെ ഉദ്ദേശശുദ്ധിയും റീച്ചിന് വേണ്ടിയാണോ എന്നുള്ളതൊക്കെ ചർച്ചകൾ നടന്നോട്ടെ, അതിനെയൊന്നും നമ്മൾ വിലക്കുന്നില്ല. പക്ഷേ സ്ത്രീകൾ ബസ്സിൽ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. അത് ഉപദ്രവിക്കപ്പെടാൻ കാരണക്കാരനായി പുരുഷൻ അവിടെ ഉണ്ട്. പുരുഷൻ്റെ മോശപ്പെട്ട മനസ്സും അവൻ്റെ ചിന്താഗതികളും അവൻ്റെ താല്പര്യങ്ങളും ഒക്കെ തന്നെയാണ് അതിലേക്ക് നയിക്കുന്നതും. ഇവിടെ പോയിൻ്റ് എന്താപ്പോൾ, ഒരു ബസ്സിൽ ഒരു പെണ്ണും ആണും ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്താൽ എന്താ കുഴപ്പം? ആണിൻ്റെ തോളത്ത് പെണ്ണ് തലവെച്ച് യാത്ര ചെയ്താൽ എന്താണ് കുഴപ്പം? അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ഇരുന്നാൽ എന്തെങ്കിലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്കിതിൽ വലിയ പാടുണ്ട്. ആണും പെണ്ണും ബസ്സിൽ ചേർന്ന് നിന്നാൽ പ്രശ്നങ്ങളുണ്ട്. ഒരു സീറ്റിൽ ഒരുമിച്ചിരുന്നാൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യൻ്റെ ബയോളജി അറിയുന്ന, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവ് പറയാണ് അതിൽ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യർക്ക് ധാർമ്മിക ബോധം കൈമാറാൻ വേണ്ടിയും അവർക്ക് നല്ല ജീവിതം ലഭ്യമാകാൻ ആവശ്യമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത് പ്രശ്നമുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ, ധാർമ്മിക ബോധനങ്ങളിൽ കാലങ്ങളായി നമ്മൾ സ്വീകരിച്ചു വരുന്ന ശൈലികളിലൊക്കെ ഇത്തരം ടച്ചിങ്ങുകളിലും ഒപ്പം ഇരിക്കുന്നതിലും ബൈക്കിലൊപ്പം യാത്ര ചെയ്യുന്നതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രാകൃതമായി പുരോഗമിക്കാത്ത ആളുകളായി പരിചയപ്പെടുത്തുന്ന ആളുകളെ തന്നെ ഇത്തരം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തുടർന്ന് ശ്രദ്ധിക്കണം, അകലം പാലിക്കണം, സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇസ്ലാം ആ മുന്നിൽ വെച്ച ആ ഒരു അതിർവരമ്പ് അത് വളരെ വ്യക്തമാണെന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഒരിക്കലും പ്രാകൃതമല്ല. അത് ഓരോ കാലത്തിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ ബയോളജിക്കലായി നമ്മളെക്കുറിച്ച് അറിയുന്ന റഹ്മാനായ റബ്ബാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് പുരുഷന്മാർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം സ്ത്രീകളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം, സംശയമല്ല. കാരണം ഒരുപാട് പുരുഷന്മാർ ഇങ്ങനെ അനാവശ്യമായ ആരോപണങ്ങൾ നേരിട്ട് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയവരുണ്ട്. അപമാനം സഹിച്ച് വീണ്ടും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട്, നാട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ ജീവിതം തള്ളി നീക്കുന്ന ആളുകളുണ്ട്. അപമാനം സഹിച്ചും നാട്ടിൽ തന്നെ കഴിഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അവർ നിരപരാധികളാണ്, സംശയമൊന്നുമില്ല. അത്തരം ഒരുപാട് നിരപരാധികളെയും ഇപ്പോൾ ജയിലിൽ അടക്കപ്പെട്ട് ഇപ്പോഴും കുറ്റവാളികളാണെന്ന് ആളുകൾ വിചാരിക്കുന്ന ആളുകളുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായി കുടുംബ പ്രശ്നങ്ങളുടെ പേരിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് കുടുങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് പുരുഷന്മാർക്ക് സഹായകരമാകുന്ന രീതിയിൽ എന്ന് ഉദ്ദേശിച്ചത് എല്ലാ പുരുഷന്മാർക്കും അല്ല. ഇത്തരം പ്രയാസങ്ങളിൽപ്പെട്ട് തെറ്റായ ആരോപണങ്ങളിൽ കഴിയുന്ന പുരുഷന്മാർക്ക് സഹായകരമാകുന്ന ഒരു രീതിയിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന ആവശ്യം വളരെ ശക്തമാണ്. അതോടൊപ്പം എപ്പോഴും സമൂഹത്തിൽ ഉയരത്തിൽ നിൽക്കുന്നത് പുരുഷന്മാരാണെന്നും പുരുഷൻ്റെ ഒരു പാട്രിയാർക്കി അംഗീകരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ള തരത്തിലൊരു പ്രചാരണം വേറെയും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചു കൊടുക്കണം. ഈ സമയത്ത് ചർച്ച ചെയ്യണം, ഇപ്പോൾ തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യണം. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു മറുവശം, സ്ത്രീകൾ തീരെ ഒന്നും പ്രശ്നം ഉണ്ടാവുന്നില്ല, ഉപദ്രവിക്കപ്പെടുന്നില്ല എന്ന രൂപത്തിലേക്ക് നമ്മുടെ ചർച്ചകൾ നീണ്ടുപോകാൻ പാടില്ല.
ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാവുന്ന വലിയ മാനസിക ആഘാതമുണ്ട്. ബസ്സിൽ കയറാൻ തന്നെ പിന്നെ പേടിയാകുന്ന അവസ്ഥ ഉണ്ട്. പോകുന്ന സമയത്ത് ബസ്സിലൊന്ന് സ്വസ്ഥമായി ദീർഘമായ യാത്രയാണെന്നതിൽ ഒന്ന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക്, അത് ജീവിതത്തിൽ പിന്നീട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്ന അവസ്ഥയിലേക്ക്, അങ്ങനെ തുടങ്ങി ഒരുപാട് സ്വന്തം മക്കളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പറഞ്ഞേക്കാൻ കഴിയാത്ത പേടിയിലേക്ക്, അങ്ങനെ ബസ്സിൽ വെച്ചുണ്ടാകുന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് വളരെ ഗൗരവപരമായ പ്രശ്നമാണ്. ഇപ്പോൾ ഒന്നുമില്ല, വളരെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ബസ്സിൽ നിന്ന് ഈ ഒരു കണ്ടക്ടർ പൈസ കൈമാറുമ്പോൾ അത് കയ്യിലൊന്നും തട്ടുന്നത് പോലും വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും സ്ത്രീകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഉപദ്രവം ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പുരുഷൻ യാത്ര ചെയ്യേണ്ടത്. അതിങ്ങനെ അറിയാതെ തട്ടിപ്പോകുന്നത് പോലും പ്രയാസമുള്ള ആളുകളുണ്ട്. എന്നാൽ ഇതൊന്നൊരു ഗൗരവമല്ല. ആണ് തട്ടിപ്പോയി, ആണിഞ്ഞ് തൊട്ടു, ആണ് ചേർന്ന് നിന്നു, അവനിതൊരു ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി, എന്നാൽ പോലും അത് പ്രശ്നമില്ലാത്ത ആളുകളെയും നമ്മൾ ബസ്സിൽ കാണണം. പരിചയമുള്ളവരായിരിക്കാം, ക്യാമ്പസിൽ ഒപ്പം പഠിക്കുന്ന ആളുകളായിരിക്കാം, ഒപ്പം വളരെ ചേർന്ന് നിന്ന് സംസാരിക്കുക, കൈ പിടിച്ച് സംസാരിക്കുക, തോളത്ത് കൈയിട്ട് സംസാരിക്കുക, അതൊന്നും ഒരു പ്രശ്നമില്ലാത്ത കുട്ടികളെയും നമ്മൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കണില്ല എന്നാണ് പ്രശ്നം. തീർച്ചയായിട്ടും 2-3 കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ, ഒന്ന്, അവസരങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരം പിന്നെ പിന്നെ വികൃതങ്ങളുള്ള ആളുകൾക്ക് മുന്നിൽ അവസരങ്ങളില്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതിന് നമ്മൾ ഇസ്ലാം പറഞ്ഞതുപോലെ അതിർവരമ്പുകൾ പാലിച്ച് നമ്മൾ അതിൻ്റെ ഒരു കംഫർട്ട് സോണിലായിരിക്കണം ബസ് യാത്രയിലടക്കം നിൽക്കേണ്ടത്. ചിലപ്പോൾ അതിന് സാധിക്കില്ല, കാരണം എങ്ങനെയെങ്കിലും ബസ്സുകൾ മിസ്സായി അവസാനം ഏതെങ്കിലും ഒരു ബസ്സിലൊക്കെ ആയിരിക്കും കയറില്ല, അവസാനത്തെ ബസ്സാകും, പലതും ഉണ്ടാവാം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു കംഫർട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സൂക്ഷിക്കണം. രണ്ടാമത്, ഇത്തരം ആളുകൾക്ക്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, എതിർക്കുകയും അവർക്ക് തക്കതായ ശിക്ഷകൾ എന്ത് ചെയ്യാം, നേടിക്കൊടുക്കുകയും വേണം. മൂന്നാമതായി, ഇതിൻ്റെ പേരിൽ അനാവശ്യമായി ജയിലുകൾ കിടക്കുന്ന, അഥവാ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ജനം ഏറ്റെടുക്കും, അവനെ ഒറ്റപ്പെടുത്തും എന്നുള്ള തരത്തിൽ, പ്രത്യേകിച്ച് ഇത് സ്കൂളുകളിൽ വല്ലാതെ ഇന്ന് കൂടി വരുന്നുണ്ട്. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ പറയുന്ന അധ്യാപകരെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ പല അധ്യാപകരെയും നമുക്കറിയാം, അവരുടെ ജീവിതം തന്നെ, അവരുടെ കുടുംബം തന്നെ ഇത്തരം ഈ സ്ത്രീകളുടെ അടുത്തുള്ള ആരോപണങ്ങൾ കൊണ്ട്. അപ്പോൾ അതില്ല എന്നെന്ത് ചെയ്യണം, ഉറപ്പാക്കണം. അപ്പോൾ ആണിനും സംരക്ഷണം കിട്ടണം, പെണ്ണിനും സംരക്ഷണം കിട്ടണം. നമ്മുടെ ഈമാനികമായ സംരക്ഷണം നമ്മൾ സ്വയം എന്ത് ചെയ്യണം, കരുതണം. മഹറമായി എനിക്ക് വിവാഹം ചെയ്യൽ നിഷിദ്ധമായ ആളുകൾ ആരാണോ അവർക്ക് മാത്രമേ കൈ കൊടുക്കാനോ ചേർന്ന് നിൽക്കാനോ ഒക്കെ അനുവാദമുള്ളൂ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരാളുടെ കൂടെ ഇരിക്കാനും ഏതെങ്കിലും ഒരാളോട് ചേർന്ന് നിൽക്കാനും അത് പാടില്ലാത്ത കാര്യമാണ്. സ്ത്രീയും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഈ ആളുകളല്ലാത്ത മറ്റാളുകളുമായി കൂടുതൽ ഇടപഴകുന്നതും അടുത്തു നിൽക്കുന്നതും ഒക്കെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇവിടെ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ജാഗ്രത ഉണ്ടാവുക, പിന്നെ അത് വളരെ നോർമലായി അതൊന്നും പ്രശ്നമില്ലാത്ത അവസ്ഥയിലേക്ക് ജീവിതം മാറിപ്പോവുക എന്നുള്ളത്, അത് പുരുഷന് പ്രചോദനമുണ്ടാകുന്ന തരത്തിലുള്ള നൃത്തങ്ങളും വസ്ത്രധാരണവും ചേഷ്ടകളും നോട്ടങ്ങളും ഒക്കെ നിയന്ത്രിക്കാൻ സ്ത്രീക്ക് ബാധ്യതയുണ്ട്. അത് പറയുമ്പോൾ അതിന് ഭയങ്കര പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. അത് സ്ത്രീ അവളുടെ സ്വന്തം സുരക്ഷിതത്വം ശ്രദ്ധിക്കേണ്ടതാണ്. പുരുഷൻ അവൻ്റെ കണ്ണുകൾ താഴ്ത്തേണ്ടതാണ്. അവൻ്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കേണ്ടതാണ്. രണ്ടു കൂട്ടർക്കും നിർദ്ദേശങ്ങളുണ്ട്. മതം പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും, സുരക്ഷിതത്വം ഉണ്ടാകും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്. ഒരു സൂചിയെടുത്ത് സ്വന്തം തലയിൽ, ഇരുമ്പിൻ്റെ സൂചി എടുത്ത് തലയിൽ ഇങ്ങനെ അമർത്തലാണ് നമുക്ക് തൊടാൻ അനുവാദമില്ലാത്ത ഒരു സ്ത്രീയെ തൊടുന്നതിനേക്കാൾ നല്ലത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ സൂചി എടുക്കുക, തലമങ്ങനെ അമർത്തുക, അതെങ്ങനെ ഉണ്ടാവും? അതിനേക്കാൾ ഗൗരവമുള്ളതാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് മറ്റൊരു തൊടാൻ അനുവാദമില്ലാത്തൊരു സ്ത്രീയെ തൊടുക എന്നുള്ളത്. അപ്പോൾ അത് സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഗൗരവത്തിൽ കാണണമെന്നാണ്. എന്താപ്പോൾ ഒന്ന് കൈയെടുത്താൽ, എന്താണിപ്പോൾ ഒന്ന് തോളിൽ തട്ടി അഭിനന്ദിച്ചാൽ, എന്താണൊന്ന് ഹഗ് ചെയ്താൽ, അതൊക്കെ ഒരു നിസ്സാരമായ കാര്യമായി കാണുന്ന ആളുകളുണ്ട്. അതൊക്കെ വലിയ ദുരന്തങ്ങളിലേക്ക്, അപകടങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും എന്നുള്ളത് തീർച്ചയായും മനസ്സിലാക്കണം. പ്രത്യേകിച്ച് വിശ്വാസികൾ മനസ്സിലാക്കുക. അള്ളാഹുവും റസൂലും
നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾക്ക് കാരണമാകും. പാരത്രിക ലോകത്ത് എന്തായാലും നമുക്കതിൽ നന്മയാണ് ഉണ്ടാവുക. അപ്പോൾ ബസ്സിൽ സ്ത്രീകളുണ്ട് സൂക്ഷിക്കുക എന്ന് വാക്ക് എഴുതി വെച്ചയാളെ, അത് എഡിറ്റ് ചെയ്ത ആളെ നമ്മൾ തീർച്ചയായും എഡിറ്റ് ചെയ്യണം. അത് പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ രൂപത്തിലുള്ള ഒരു അധിക്ഷേപ പരാമർശമാണ് എന്നതിൽ സംശയമല്ല. ബസ്സിൽ പുരുഷനുണ്ട് സൂക്ഷിക്കുക എന്നതും എഴുതണ്ടേ, ആണുണ്ട് സൂക്ഷിക്കുക എന്നതും എഴുതണ്ടേ. അപ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ അത് അതിനെക്കുറിച്ചുള്ള ചർച്ച ഉണ്ടാവുക, പോസിറ്റീവായ ഗുണകരമായ ചർച്ചകൾ ഉണ്ടാവുക എന്നുള്ളത് നല്ല തന്നെ. എന്നാൽ അത് അധിക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന സ്പോട്ട്ലൈറ്റിൻ്റെ ചർച്ചകൾ കൂടി നമ്മുടെ ശ്രോതാക്കൾ കേൾക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല അങ്ങനെ സുരക്ഷിതമുള്ളൊരു സമൂഹത്തെ നമുക്കിടയിൽ ഉണ്ടാക്കട്ടെ. നമ്മുടെ സറൗണ്ടിലുള്ളതെല്ലാം അങ്ങനെ നമുക്ക് ഹൈറായ രൂപത്തിലാക്കട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.